ഹായ് ഹലോ നമസ്കാരം. രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുഴയും കടന്ന് എന്നുള്ള സീരിയലിൻ്റെ കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ ഗംഗയുടെയും വിനീതിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ രാത്രിയാവുകയാണ്. രാത്രിയാകുമ്പോൾ മുത്തശ്ശിയാണ് എല്ലാം റെഡിയാക്കുന്നുണ്ട്, ബെഡ്റൂമൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ പറയും ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ എന്ന് പറയാം. അപ്പോൾ ശാരദ ചോദിക്കുന്നു ബാക്കി എന്ത് കാര്യങ്ങൾ. അപ്പോൾ പറയും നിനക്കറിയില്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ കാവേരി പറയും അമ്മേ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പാലും പഴമൊക്കെ കൊണ്ട് വധു ബെഡ്റൂമിലേക്ക് കയറി പോകുന്നത് വരന് കൊടുക്കാൻ, അതാണെന്നറിയും. അപ്പോൾ മുത്തശ്ശി അറിയും യു ഫൂൾ, നമുക്കൊക്കെ അത്രേ അറിയുള്ളൂ, അതൊന്നും അല്ല, അതൊക്കെ മേലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അത് കഴിയുമ്പോൾ ഗംഗ നിന്നിട്ട് താഴെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റേ യമുനോടും നീലോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ താലി പിടിച്ച് നോക്കുകയാണ് നീള. അപ്പോൾ പറയും ഈ എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഈ ചരടിൽ ഇങ്ങനെ താലി കെട്ടുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ കെട്ടുമെന്ന് പറയും. എൻ്റെ കല്യാണം കഴിഞ്ഞാലും കെട്ടു വയ്ക്കുമ്പോൾ കെട്ടും മോളേന്ന് പറയും. അപ്പോൾ പറയും ഇനിയിപ്പോൾ എൻ്റെ കല്യാണം എന്നാ എന്ന് ചോദിക്കുക നീള. അതിന് ഇനി ഒരു 10-13 വർഷം കഴിയണമെന്ന് പറയും. അപ്പോൾ ഈ 13 വർഷം കഴിയുമ്പോൾ എൻ്റെ കല്യാണം നടത്തുമെന്ന് ചോദിക്കുക. അപ്പോൾ പിന്നേന്നറിയും. അപ്പോൾ ഒരുപാട് പേരെയൊക്കെ വിളിക്കുമോ? ഒരു 10,000 ആളുകളെ വിളിച്ചിട്ടാവും നിൻ്റെ കല്യാണം നടത്തുകയെന്നറിയാം. അപ്പോൾ യമുന ഇങ്ങനെ നോക്കും ഗംഗയുടെ മുഖത്തേക്ക്. കാരണം ഗംഗയുടെ മുഖത്തൊരു നിരാശയാണ്. അപ്പോൾ പറയും ചേച്ചി ഒത്തിരി പേരെ വിളിച്ച് കല്യാണം നടത്തണം എന്നായിരുന്നു അല്ലേ ഈ ആഗ്രഹം, പക്ഷെ നടന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ എന്നറിയാനേ. അപ്പോൾ പറയും അപ്പോഴേക്കും കാവേരി അങ്ങോട്ട് വരും. കാവേരി എന്നിട്ട് അറിയും വിനീതേട്ടൻ വിളിക്കുന്നുണ്ട് ഗംഗേച്ചി എന്നറിയാം. അപ്പോൾ ഇവളിങ്ങനെ നോക്കുകയാണ് താഴെ വരും. ഇങ്ങനെ നിളേനി യമുനേനെയും നോക്കുന്നുണ്ട്. അപ്പോൾ നിള പറയും ചേച്ചി വേഗം പോയിട്ട് ഇങ്ങോട്ട് വാട്ടോ, ഞാൻ ഇവിടെ കാത്തിരിക്കുമെന്ന് പറയും. അപ്പോൾ ചേച്ചി യമുന പറയും ഇനി ഗംഗേച്ചി ഇങ്ങോട്ട് വരില്ല, ഗംഗേച്ചി ഇനി വിനീതേട്ടൻ്റെ കൂടെ അവിടെ കിടക്കറിയുമ്പോൾ അതെങ്ങനെ ശരിയാവുക എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ് എടി എന്ന് പറയും. അപ്പോൾ കാവേരി അങ്ങനെ യമുനയെ വിളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാവേരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാലോ, കാവേരി ചേച്ചി പോവും. അപ്പോൾ യമുന ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാലോ, അപ്പോൾ ഞാനും പോവും. അപ്പോൾ പിന്നെ ഞാൻ തനിച്ചാവില്ലേ എന്ന് വയ്ക്കുമ്പോൾ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കൂടെ പോയി കിടക്കണം. എന്നാൽ പിന്നെ ഇപ്പം തന്നെ അങ്ങോട്ട് പോയി കിടന്നൂടെ എന്നിട്ട് അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഗംഗേനെ ബെഡ്റൂമിൽ കൊണ്ടാക്കുകയാണ് മുത്തശ്ശിയും കാവേരിയും കൂടെ ചേർന്നിട്ട്. ഒരു തട്ടത്തിൽ ഒരു ഗ്ലാസ്സിൽ പാലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വിനീത്. എന്ത് ചെയ്യണം എന്നറിയാതുള്ള വിത്ത കല്യാണത്തിനിട്ട് അതേ ഡ്രസ്സൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അതിനിരിക്കപ്പോൾ ഒന്ന് വിയർപ്പ് മണമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ആൾ. അപ്പോഴേക്കാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. ഗംഗ പാലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവളെ ഉണ്ടാക്കിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട് കാവേരി. ഇവളീ വാലും പിടിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ ഇരിക്ക് എന്ന് പറയുന്നുണ്ട് വിനീത് ഗംഗോട്. അപ്പോൾ ഗംഗ അവിടെ ഇരിക്കുക. അപ്പോൾ ഈ പാല് പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. വിനീതിന് കൊടുക്കുന്ന ഒന്നുമില്ല. അങ്ങനെ പിന്നെ എന്തോ പറയുമ്പോൾ അവൻ്റെ തൊണ്ട ഇടുന്ന സമയത്ത് പറയും എന്നാൽ വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ ഈ പാല് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാല് കൊടുക്കുമ്പോൾ ഇവളെ കൈ ഇങ്ങനെ ഇവൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുമ്പോൾ പാലൊക്കെ തുളുമ്പി പോകും. അയ്യോ പാല് തുളുമ്പി പോയല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ തല താത്തുമ്പോൾ ഇവളും സെയിം ഒരേ സമയത്താണ് രണ്ടുപേരും തല കുനിക്കുന്നത്. കുനിക്കുമ്പോൾ അവരുടെ തലകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് കേട്ടോ. കൂട്ടിമുട്ടുമ്പോൾ സാരില്ല പറഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോഴും എനിക്ക് തോന്നുന്നത് അവൾക്ക് എപ്പോഴും വിനീതിനെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ വിനീത് അറിയാം സോറി അറിയണം ഞാൻ തുടയ്ക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഗംഗ പറയും ഞാൻ തുടയ്ക്കാം. വേണ്ട ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവനൊരു പേപ്പറൊക്കെ കയറി കൊണ്ടുവന്നിട്ട് അവിടെ തുടയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാല് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ പാല് കുടിക്കാൻ വേണ്ടി വാങ്ങുന്നുണ്ട്, പക്ഷെ കുടിക്കുന്നില്ല. അപ്പോൾ അവന് പറയും ശരിക്കും തലകൾ മുട്ടി ഒരു പ്രാവശ്യം കൂടെ മുട്ടിയിട്ടില്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കില്ലേ, അങ്ങനെയല്ലേ എന്നങ്ങനെ പറയുക. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയൊന്ന് മുട്ടിക്കുക തല അവിടുത്തെ ഒന്ന് എങ്ങനെ മുട്ടിക്കുക. അപ്പോൾ അവൻ സ്വയം പറഞ്ഞിട്ട് വിനീത നീ ഇങ്ങനെ പേടിക്കല്ലേ, നീ ഇങ്ങനെ പേടിച്ചാൽ നാണക്കേടാണ്, പേടിക്കല്ലേ എന്നൊക്കെ അവനോട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, അവൻ വിറയാണ്. അവസരം ഇപ്പോൾ ഈ തലയൊന്നും മുട്ടിക്കാൻ ഇപ്പം എന്താ വഴി പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ അടുത്തേക്ക് നീങ്ങി ചെല്ലുമ്പോൾ അവൾ നീങ്ങി പുറത്തോട്ട് പോരും. അവസാനം ഗംഗോട് പറയും ഗംഗേ ഞാനും ഒരു കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ, അത് ഗംഗയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആദ്യ രാത്രിയല്ലേ, അപ്പോൾ ഞാനത് ചെയ്യാൻ പോവാന്ന് പറയും. ഇവളാകെ വിരണ്ട് പോവാണ്. ഇവനെന്താണ് ഇപ്പോൾ ഈ ചെയ്യാൻ വരണമെന്ന് അറിയില്ലല്ലോ. അവളാകെ വിരണ്ടിരിക്കുക. അങ്ങനെ ഇവളിങ്ങനെ കട്ടിലിൽ കാലൊക്കെ മടക്കിയിരുന്ന് ഇവളെ തല പിടിച്ചിട്ട് തലൊരൊറ്റ മുട്ടാണ്ട് കൊടുക്കും. അപ്പോൾ ഇവളിങ്ങനെ ഇതാക്കുക. അപ്പോൾ ഇവളുടെ നെറ്റിയിലെ കുങ്കുമം എൻ്റെ നെറ്റിയിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ തല മുട്ടിയില്ലേ, ഇനി രണ്ടാമതൊന്നും കൂടെ മുട്ടിയിട്ടില്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കും ഇത്ര. അത് മുത്തശ്ശി പറഞ്ഞതാണ്. ഇനിയിപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചാലോ അതുകൊണ്ടാണ് കേട്ടോ
കൂട്ടിമുട്ടിയത് തല എന്ന് പറയാം. അപ്പോൾ ഇവൾക്ക് ചിരി വരുന്നുണ്ട്, ഇവൻ്റെ ഈ മണ്ടത്തരം കേട്ടിട്ട് ചിരിയും വരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പാല് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ പാലൊന്നും കുടിക്കുന്നില്ല. അങ്ങനെ ആ ഗ്ലാസ് അവിടെ വാങ്ങിക്കൊണ്ട് വെക്കുന്നുണ്ട്. എന്നാൽ കുറേ നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല, അവനെന്തൊക്കെയോ പറയണമെന്നുണ്ട്. അപ്പോൾ പറയും ശരി കിടന്നോ, 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നു, ഗംഗ കയറി കിടന്നോ എന്ന് പറയാണ്. അങ്ങനെ അവൾ ശരി എന്ന് പറഞ്ഞിട്ട് വേഗം പോയി കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും വിനീത് എന്ത് ചെയ്യും, ഒരു പുതപ്പ് കൊടുന്ന് അവളെ പുതപ്പിച്ച് കൊടുക്കുകയാണ്. നീ ഉറങ്ങിക്കോ നീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വിനീത് കാണാൻ കട്ടിലിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നു. ഇവള് അവിടുന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ നിവിൻ്റെ വീടാണ്. നിവിൻ്റെ വീട് രാജേശ്വരി ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിവിൻ ഉറക്കമൊഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നീ എപ്പോഴും ഇന്നലെ രാത്രി വന്നത് വയ്ക്കുമ്പോൾ ഞാൻ വന്നപ്പോഴേക്കും അമ്മ കിടന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ 10:30 ആയി കിടന്നപ്പോൾ എന്ന് പറയും, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഇന്നലെ നീ എവിടെയായിരുന്നു, നിന്നെ ഞാൻ ഒരുപാട് നേരം കാത്തിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ പുറത്തുനിന്ന് ആസിഫ് അറിയും, നിവിന് ഇന്നലെ ഒരു കല്യാണം നടത്തി കൊടുക്കാനായിരുന്നു ആൻറ്റി, അതിന് പോയതാണ് എന്ന് പറയും. അപ്പോൾ ഞാനും കേട്ടു, മറ്റേ സുബ്രഹ്മണ്യ കോവിലിൽ ഒരു കള്ളക്കല്യാണം നടന്നു എന്ന് കേട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പറയും സുബ്രഹ്മണ്യ കോവിലിൽ കള്ളക്കല്യാണം ഒന്നും നടന്നിട്ടില്ല, ശരിക്കുള്ള കല്യാണം തന്നെ, പെണ്ണിൻ്റെ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ശരിക്കുള്ള കല്യാണം തന്നെ നടന്നത് എന്ന് പറയും. പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ, അമ്മ പിന്നെ എന്ത് വേണമെങ്കിലും കേൾക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സുജാത ആൻറ്റി കല്യാണത്തിന് സമ്മതിച്ചില്ല. അപ്പോൾ വിനീതിൻ്റെ ഇഷ്ടത്തിനാണ് ഗംഗയെ കല്യാണം കഴിച്ചത് അറിയും. അപ്പോൾ തന്നെ ഊഹിച്ചൂടാ, അവർ ആ വീട്ടുകാർ ശരിയല്ല എന്നുള്ള അപ്പോൾ തന്നെ അറിഞ്ഞൂടെ, കാരണം സുജാതയുടെ ആങ്ങളുടെ മകളല്ലേ ഗംഗ, അരവിന്ദേട്ടൻ്റെ. അപ്പോൾ ആ വീട്ടുകാരുടെ സ്വഭാവം ഊഹിച്ചൂടേക്കും. അപ്പോൾ പറയും എടുത്ത വഴിക്ക് നിവിന് അമ്മേ ഈ ജയപാലനങ്ങൾ അവരൊന്ന് പറഞ്ഞു വെച്ചിട്ട് അമ്മ അത് ഏറ്റുപിടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ എനിക്കറിയാടാ നീ അവരുടെ ഭാഗം തന്നെ നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കശപിശുണ്ടാക്കുകയാണ്. അപ്പോൾ നിവിന് ദേഷ്യം വരികയാണ്. അപ്പോൾ പറയും നീ ഇനി മേലെ അതുകൊണ്ടാണ് നിന്നോട് അങ്ങോട്ട് ആ വീട്ടിലേക്ക് പോകരുതെന്ന് ഞാൻ പറയുന്നത്, നീ എന്തുകൊണ്ടത് കേൾക്കാത്തെന്ന് വയ്ക്കും. അപ്പോഴേക്കും ചായ കൊടുക്കുന്നുണ്ട് ആസിഫ്. ചായ കൊണ്ടുവരാൻ പറയുമ്പോൾ ചായ കൊടുത്തിട്ട് ഇവന് കൊടുക്കുക. അപ്പോൾ ചായ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കും, നീ എന്നെ കുടിച്ചോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ കുടിച്ച് വയ്ക്കുമ്പോൾ നീ ഇപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ആലോചിച്ചല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ജയപാൽ എന്തൊക്കെയോ സ്ക്രൂ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പറയും എന്താണ് പിന്നെ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിലേക്ക് പോകരുതെന്ന് പറയും. അപ്പോൾ പറയും സുജാതാൻ്റെ അവനെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, അതുകൊണ്ട് അവൻ ഇവരെ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അവനെ കാണാൻ അങ്ങോട്ട് പോകണ്ടേ അറിയും, പോകണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത്, അത് നടക്കില്ലമ്മേ അറിയും. അപ്പോൾ അവനവിടുന്ന് ഇറങ്ങിപ്പോവാം. അപ്പോൾ പറയും നീ അങ്ങോട്ട് ഈ രാവിലെ തന്നെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഈ പറഞ്ഞത് തന്നെ കേട്ടത് തന്നെ കേട്ട് മതിയായി, എനിക്ക് അങ്ങോട്ട് പോവാം, നീ സത്യം ചെയ്തിട്ട് പോടാ, നീ അവിടേക്ക് പോവില്ല എന്ന് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയാണ്. അപ്പോൾ ആസിഫ് നിൽക്കുന്നുണ്ട്, ആസിഫിൻ്റെ തലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ സത്യം ചെയ്തിട്ട് പറയും ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സത്യം ചെയ്തിട്ട് അവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. എടാ നീ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുമ്പോൾ ആസിഫ് പറയും അവനവിടെ പോകാതിരിക്കാൻ പറ്റില്ല ആൻറ്റി, അതാണെന്ന് പറയും. പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗംഗ എഴുന്നേറ്റ് വന്നിരിക്കുമ്പോൾ മുത്തശ്ശി മുറ്റത്തെന്തോ പൂവോ ചെടിയോ എന്തൊക്കെയോ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശാരദ അങ്ങോട്ട് ചായയും കൊണ്ട് വരുന്നുണ്ട്. ചായ വരുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ല ചായ കൊടുക്കുന്നത്. അപ്പോഴേക്കും കാവേരി വരും. അമ്മയ്ക്ക് ചായ തരട്ടെ എന്ന് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ന് പറയും. നമ്മൾ കാവേരി എന്നിട്ട് ചായ എടുക്കാൻ നിൽക്കുമ്പോൾ നീ ചായ എടുക്കണം, നീ പല്ല് തേച്ച് വയ്ക്കുമ്പോൾ പിന്നെ വിലപിടിപ്പുള്ള ആന പല്ലേക്കുന്നില്ല, എന്നിട്ടല്ലേ ഇപ്പോൾ ചായ ഞാൻ പല്ലേക്കെന്ന് പറയും. എടി ആന പല്ലേക്കും കുളിക്കൊന്നും ചെയ്യില്ല എന്ന് വെച്ചിട്ട് നീ അതുപോലെയാണോ, പോയി പല്ല് വെച്ചിട്ട് വടി പറയുമ്പോൾ ഗംഗ നീച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗംഗ അങ്ങോട്ട് വരും. അതേ ഗംഗേച്ചി എന്ന് പറയുമ്പോഴേക്കും ഗംഗ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗംഗേ, ഗുഡ് മോർണിംഗ് മോളെ എന്ന് പറയുന്ന മുത്തശ്ശി പുതിയ രീതികൾ. അവളാകെ ഒന്ന് അന്തം വിടും, ഇതിപ്പോൾ എന്താ ഇത് കഥ വെച്ചിട്ട്. അപ്പോൾ അവളും ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ എന്നാ മോളെ ചായ പറയുമ്പോഴേക്കും കാവേരി കപ്പ് ചായ എടുത്ത് കുടിക്കുകയാണ്. ഞാനെടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചായ എടുക്കുന്നുണ്ട്. അങ്ങനെ കാവേരിയും ഗംഗയ്ക്കും കൊടുക്കുക. അപ്പോൾ മുത്തശ്ശി ചോദിക്കും അല്ല മോളെ ഉറക്കമൊക്കെ സുഖമായിരുന്നു ചോദിക്കുമ്പോൾ സുഖമായിരുന്നു. അപ്പോൾ പറയും ഇന്നലെ നല്ല ക്ഷീണം, ഞാൻ നേരത്തെ കടന്നു, നന്നായി ഉറങ്ങി, ഇപ്പോൾ ഇന്നിപ്പോൾ അറിഞ്ഞില്ല, നേരം വെളുത്ത് അറിഞ്ഞില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങി. അതിപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി ഒരു ഡബിൾ മീനിങ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പ്, ഞാൻ കുളിച്ചില്ല, ഞാൻ പോയി കുളിക്കട്ടെ, ഇനി പിന്നെ കുളിക്കാം, വൈകിട്ട് കുളിക്കാം എന്ന് പറയുകയാണ് ഗംഗ. അപ്പോൾ പറയാം അത് മോളെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇന്ന് നേരത്തെ കുളിക്ക്. അതിന് സാധാരണ ഞാൻ നേരത്തെ കുളിക്കാറില്ലല്ലോ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടല്ലേ കുളിക്കാറില്ല. അല്ല ഇന്ന് നേരത്തെ കുളിക്ക്, കാരണം ആരെങ്കിലുമൊക്കെ പുതുപെണ്ണിനെ കാണാൻ ആരെങ്കിലുമൊക്കെ വന്നാലോ എന്ന് പറയും ശാരദ. അപ്പോൾ എന്നെ കാണാൻ എന്താ ഞാൻ ഇവിടെ ഉള്ളത് തന്നെ അല്ലേ,
എന്നറിയാം. എന്നാലും പോയി ഒന്ന് കുളിക്കുക എന്നറിയാം. നല്ല തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇവള്. അതായത് കഥയില്ലാത്തൊരു കഥ. അതാണ് ബീഹിപ്പുഴയും കടന്നെന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കഥയിൽ വരുന്നത് കേട്ടോ. എക്സ്ട്രാ ഏച്ച് കെട്ടൊന്നുമില്ല. അങ്ങനെ അവളങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നുണ്ട് ശാരദ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കാവേരി നിൽക്കുമ്പോഴാണോ അങ്ങനത്തെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പറയുമ്പോൾ പിന്നെ അവളൊക്കെ ഈ കാര്യത്തിൽ കാവേരിയൊക്കെ ഈ കാര്യത്തിലൊക്കെ PhD എടുത്തിരിക്കുകയെന്നറിയും. അല്ലാണ്ട് പിന്നെ അപ്പോൾ എടുത്ത വഴിക്ക് കാവേരി പറയും പിന്നെ നിങ്ങളിപ്പോൾ ഈ ഓൾഡ് അത് പോലെയൊന്നല്ല ഞങ്ങളൊക്കെ കുറച്ചും കൂടെ പുരോഗമന ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കാവേരി അവരിങ്ങനെ അമ്മേനെയും അച്ഛമ്മേനെയും കൂടി കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ വിനീത എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അങ്ങനെ മടിച്ച് നിൽക്കുക. അപ്പോഴേക്കും നീള അങ്ങോട്ട് വരുന്നുണ്ട് വിനീതേട്ടാന്ന് വിളിച്ചിട്ട്. അപ്പോൾ പറയാം മോള് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ മോളെ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ബ്രഷ് സംഘടിപ്പിച്ച് തരാമോ ചോദിക്കുക. അപ്പോൾ പറയും എന്ത് ബ്രഷ് എന്ന് ചോദിക്കും.